നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിനെ കുറിച്ചുള്ള ഒന്നാണ്. അതായത് നമ്മൾ ഒരുപാട് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകൂ. എങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് 100% വർക്ക് ചെയ്യുകയുള്ളൂ. പലരും നമ്മളോട് കമൻറ്റ് ബോക്സുകളിലൂടെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരേ വീട്ടിൽ ഭാര്യയും ഭർത്താവും വർഷങ്ങളായിട്ട് സംസാരിക്കുന്നില്ല, എന്തോ സംസാരിക്കുവാൻ തോന്നുന്നില്ല എന്നുള്ള കാര്യം. അതുപോലെ തന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരുപാട് സ്നേഹം കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല. ഞാൻ എത്ര തന്നെ സ്നേഹിച്ചാലും എൻ്റെ സ്നേഹം അവർ കണ്ടില്ലെന്ന് നടിക്കുകയാണോ അല്ല എന്നെ ഇഷ്ടപ്പെടാത്തതാണോ കാരണമെന്ന് എനിക്കറിയില്ല. ആദ്യം ഉള്ളതുപോലുള്ള ഒരു സ്നേഹം ഇപ്പോൾ ഞങ്ങളുടെ ബന്ധത്തിലില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്നവർക്ക് ഇതൊരു പുതിയ അനുഭവമൊന്നും ആയിരിക്കില്ല. കാരണം എന്തെന്നാൽ ഇത് ഇപ്പോൾ പല വീടുകളിലും നിത്യേന നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടിയായിരിക്കും ഒരു ജീവിതം തുടങ്ങുന്നത്. പക്ഷേ ജീവിതത്തിൽ ഒരു പകുതി ആകുന്ന സമയത്ത്, ഒരു 10 വർഷം 15 വർഷം എല്ലാം ആകുന്ന സമയത്ത് തന്നെ അവരുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാകും. കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുകയാണ് എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഇനി ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, ഈ ബന്ധം തുടരാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ചെയ്ത്, അതായത് ഡിവോഴ്സ് ചെയ്ത് മാറിപ്പോകുന്നവരും ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള, അതായത് നിങ്ങൾക്ക് അവരോട് ഇഷ്ടമാണ്, അവരാണ് നമ്മളോട് സംസാരിക്കാത്തത് എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ആ വേദനകൾ കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കൂ. 100ൽ 101% വർക്കാകും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. ഞാൻ ആ കാര്യം എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ആദ്യം നമ്മൾ ഒരു 3 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇത് ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി, അതായത് സെയിം ജെൻഡറുകൾക്ക് പ്രയോഗിക്കുവാൻ സാധിക്കില്ല. അതായത് ഒരു ആണുമാണ്, ഞങ്ങളൊരു ഫ്രണ്ട്സാണ്, ഞങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ്, പിണങ്ങിയിരിക്കുകയാണ്, വർഷങ്ങളായിട്ടുള്ള ഒറ്റ സുഹൃത്തുക്കളാണ് എന്ന് പറയുകയാണെങ്കിൽ അവർക്കിത് വർക്കൗട്ടാവില്ല. അതുപോലെ ഒരു പെണ്ണുമാണെങ്കിൽ അവർക്കും ഇത് വർക്കൗട്ടാവില്ല. ഓപ്പോസിറ്റ് ജെൻഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുകയുള്ളൂ എന്നൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. ഇനി രണ്ടാമതൊരു കാര്യം, അവർക്ക് നിങ്ങളെ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അതായത് നേരത്തെ സ്മൂത്തായിട്ട് കൊണ്ടുപോയ റിലേഷൻഷിപ്പാണ്, ഓപ്പോസിറ്റ് ജെൻഡർ തമ്മിലുള്ള പ്രണയമാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഇത് വർക്കാകും. പക്ഷേ സെയിം ആയിട്ടുള്ള ആളുകൾക്ക് ഇത് വർക്കാവില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അതായത് നമ്മൾ നേരത്തെ ഇതിന് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പ്രണയിച്ച് നടന്നവരാണ്, ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്നവർ, അതുപോലെ ഒരേ വീട്ടിൽ താമസിക്കുന്ന ഭാര്യയും ഭർത്താവും വർഷങ്ങളായിട്ട് മിണ്ടുന്നില്ല എന്ന് പറയുന്നവർ, അതുമാത്രമല്ല എനിക്ക് അവരില്ലാതെ ജീവിക്കുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, ഇങ്ങനെയുള്ളവരാണ് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കേണ്ടത്. അല്ലാതെ ഞങ്ങൾ പിരിയുവാൻ പോവുകയാണ്, എനിക്ക് അവരോട് താല്പര്യമില്ല, അവർക്കും എന്നോട് താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും അവരോടൊപ്പം ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, പഴയതുപോലെ സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവരാണെങ്കിൽ മാത്രം ഈ ഒരു കാര്യം ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണണോ അല്ല വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ ഈ 3 കാര്യങ്ങളും നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഏത് ദിവസങ്ങളിലാണ് ഇത് ചെയ്തു തുടങ്ങേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒഴികെ മറ്റേത് ദിവസങ്ങൾ വേണമെങ്കിലും നമുക്കിത് ചെയ്തു തുടങ്ങാവുന്നതാണ്. ഇനി ഇത് പൂജയോ വഴിപാടുകളോ മന്ത്രജപങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ മുഴുവനായും ഈ പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇത് ആർക്കു വേണമെങ്കിലും ചെയ്യാം. പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ്, നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞ് മാറിയിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ, നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അവരെ നമ്മളിലേക്ക് വീണ്ടും അടുപ്പിക്കുവാനായിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഈ 2 ദിവസങ്ങൾ ഒഴികെ ഏതൊരു ദിവസങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്കിത് തുടർച്ചയായിട്ട് ചെയ്യാം. തുടർച്ചയായിട്ട് തന്നെ ചെയ്യണം. അതായത് ഒരു ദിവസം ചെയ്താൽ മതിയോ 2 ദിവസം ചെയ്താൽ മതിയോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. നമ്മൾ എത്ര ദിവസം, നമ്മുടെ ഈ പ്രശ്നങ്ങൾ പതിയെ മാറി വരുന്നത് വരെയും നമുക്കിത് തുടർച്ചയായിട്ട് ചെയ്യാം. ഒരു ദിവസത്തിൽ വെറും 10 മിനിറ്റ്, ഏതൊരു സമയമായിക്കോട്ടെ, വെറും 10 മിനിറ്റ് നമുക്ക് ഈ ഒരു കാര്യത്തിനായിട്ട് മാറ്റിവെക്കാം. അത് നിങ്ങൾ തിരഞ്ഞെടുക്കാം. രാവിലെ വേണോ വൈകുന്നേരം വേണോ എന്നുള്ള കാര്യം നിങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. കഴിവതും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ശാന്തമായ മനസ്സോടുകൂടി കിടന്നുറങ്ങുവാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത്
നമുക്ക് വേറെ ഏതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാകരുത്. പ്രത്യേകിച്ച് ഫോൺ കോളുകൾ, അതുപോലെ തന്നെ മെസ്സേജുകൾ, വൈബ്രേഷൻ, ഫോണിൻ്റെ വൈബ്രേഷൻ, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ശല്യപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് എപ്പോൾ സമാധാനമായിട്ടിരുന്ന് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുവാൻ സാധിക്കുന്നുവോ ആ സമയത്തായിരിക്കണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. തുടർച്ചയായിട്ട് ഒരേ ദിവസം നമ്മൾ ശ്രമിക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്താൽ വളരെ നല്ലത്. ഇനി അഥവാ അതിന് സാധിച്ചില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ദിവസവും ഇത് ചെയ്യേണ്ടതാണ്. വെറും 10 മിനിറ്റ് മാത്രം ഇതിനുള്ള സമയം മതി. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളെ ബന്ധപ്പെടുത്തി നിൽക്കുന്ന ഒന്നാണ്. തിങ്ക്, ഡ്രീം, ഇമാജിൻ. ഈ 3 കാര്യങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. അതായത് നമ്മൾ ചിന്തിക്കുക, സ്വപ്നം കാണുക, അതുപോലെ തന്നെ ഇമാജിൻ ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് നമ്മളിതിന് പ്രത്യേകിച്ച് ആവശ്യം. അപ്പോൾ നമ്മൾ ശാന്തമായ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് സന്തോഷത്തോടുകൂടി ഇരുന്ന ഒരു നിമിഷങ്ങൾ ഉണ്ടാകും. എപ്പോഴും വഴക്കൊന്നും ആയിരിക്കില്ല. കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തികളാണ്, സ്നേഹത്തോടു കൂടി കഴിഞ്ഞ വ്യക്തികളാണ്. ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ, അതെന്തും തന്നെ ആയിക്കോട്ടെ, കടം പ്രശ്നങ്ങളാണോ അല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ, എന്തും ആയിക്കോട്ടെ, ഞങ്ങൾ ഇപ്പോൾ മിണ്ടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടു കൂടിയിരുന്ന ആ ഒരു നിമിഷങ്ങളെ നിങ്ങൾ ഓർക്കുക. അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ പ്രപഞ്ചത്തോട് ഒരു 2 സെക്കൻഡ് ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എത്ര നേരം നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്നുവോ അല്ലെങ്കിൽ എത്ര തവണ പറയുവാൻ സാധിക്കുന്നുവോ അത് പറയാം. ഇങ്ങനെ പറയുക: നിങ്ങളും, അതായത് എനിക്കും, അവരുടെ പേരെന്താണോ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവർക്കും തമ്മിലുള്ള അകലങ്ങൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ബന്ധം ദൃഢമായി കൊണ്ടിരിക്കുന്നു. ഞാൻ ചെയ്ത തെറ്റുകൾ എന്താണെങ്കിലും അവർ ചെയ്ത തെറ്റുകൾ എന്താണെങ്കിലും അതിനെ മറന്ന് വീണ്ടും ഞങ്ങളുടെ ബന്ധം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതിന് ഈ പ്രപഞ്ചത്തോട് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ ഇനി ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കില്ല. എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് അവരോട് കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പ്രപഞ്ചമേ നന്ദി. എനിക്ക് അവരോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ സാധിച്ചതിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. എനിക്ക് അവരോടൊപ്പം സന്തോഷമായ നിമിഷങ്ങൾ പങ്കിടുവാൻ സാധിച്ചതിന് പ്രപഞ്ചമേ നന്ദി പറഞ്ഞുകൊള്ളുന്നു എന്നിങ്ങനെ നിങ്ങൾ അവരുടെ പേര് ഉച്ചരിച്ചുകൊണ്ട് ഇതുപോലുള്ള ഒരു ചെറിയ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ വളരെ പതുക്കെ അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ സന്തോഷ നിമിഷങ്ങളെ ഓർത്തെടുക്കുക. ഒരു 5 മിനിറ്റ് നിങ്ങൾ ആ സന്തോഷ നിമിഷങ്ങളെ ഓർത്തെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഓർമ്മയിൽ വരരുത്. അങ്ങനെ നിങ്ങൾ ഓർത്തെടുത്ത് കഴിഞ്ഞതിനു ശേഷം ഇനി നിങ്ങൾക്ക് അവരോടൊപ്പം എങ്ങനെ ജീവിക്കുവാനാണോ ആഗ്രഹം ആ കാര്യവും നിങ്ങളുടെ മനസ്സിൽ ഓർത്തെടുക്കുക. സന്തോഷത്തോടുകൂടി നിങ്ങളത് സ്വീകരിക്കുന്നത് പോലെ, ആ സന്തോഷ നിമിഷങ്ങൾ നിങ്ങൾ ആസ്വദിക്കുന്നത് പോലെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഈ പ്രപഞ്ചത്തോട് മനസ്സുരുകി തന്നെ നന്ദി രേഖപ്പെടുത്തേണ്ടതാണ്. ഞാൻ എന്തുകൊണ്ടാണ് മനസ്സുരുകി നന്ദി രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് എന്നാൽ, നമ്മൾ എത്രമാത്രം ഈ പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നുവോ അത്രയും വേഗതയിൽ നമ്മൾ ആഗ്രഹിച്ച ഏതും നിറവേറി കിട്ടുന്നതായിരിക്കും. ഈ ഒരു നിമിഷങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഉണ്ടാകരുത്. അത് നടക്കുമോ, അവർ എന്നോട് സംസാരിക്കുമോ, പഴയ പോലെ സ്നേഹത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കുമോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങളും അവരും തമ്മിലുള്ള സ്നേഹത്തോടു കൂടിയുള്ള ജീവിതം മാത്രമാണ് മുൻനിർത്തിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹത്തോടു കൂടിയുള്ള സംസാരം, സ്നേഹത്തോടു കൂടിയുള്ള നോട്ടം എന്നിവയെല്ലാം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തിയതിനു ശേഷം ഞാൻ ഇവിടെ പറയുന്ന ഈ സ്വിച്ച് വേർഡും അതിനോടൊപ്പം വരുന്ന ഈ നമ്പരും നിങ്ങൾ ഒരു കുറഞ്ഞത് 50 പ്രാവശ്യം അല്ലെങ്കിൽ 51 പ്രാവശ്യമെങ്കിലും പറയാം. ഈ നിമിഷത്തിലും നിങ്ങളുടെ മനസ്സിൽ വേറെ ഏതൊരു തരത്തിലുള്ള ചിന്തയും ഉണ്ടായിരിക്കരുത്. അങ്ങനെയുള്ള മനസ്സോടുകൂടി ഈ ഒരു സ്വിച്ച് വേർഡും അതുപോലെ തന്നെ ഈ മാജിക് നമ്പരും നിങ്ങൾക്ക് പറയാവുന്നതാണ്. എലഗുവ 3856794. എലഗുവ 3856794. എലഗുവ 3856794 എന്നുള്ള ഈ ഒരു നമ്മുടെ ബന്ധത്തെ ദൃഢമാക്കുവാനുള്ള ദേവതയുടെ നമ്പരും അതുപോലെ തന്നെ ദേവതയുടെ പേരുമാണ് നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര പ്രാവശ്യം പറയാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം പറയാം, അല്ലെങ്കിൽ ഒരു 51 പ്രാവശ്യം പറഞ്ഞു നിർത്താവുന്നതാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ നമ്മുടെ സാധാരണ എന്താണോ ചെയ്യാനുള്ളത് അത് നമുക്ക് തുടരാവുന്നതാണ്, നമ്മുടെ ജോലികൾ ചെയ്യാവുന്നതാണ്.
നിങ്ങൾ ഒരുപക്ഷെ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞോ 3 ദിവസം കഴിഞ്ഞ് ഞാൻ ആ ബ്ലോക്ക് ഒന്ന് എടുത്തോ എന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും അവരെ വിളിക്കുവാനോ കോണ്ടാക്റ്റ് ചെയ്യുവാനോ പാടില്ല. നിങ്ങൾ എപ്പോഴും ഉള്ളതുപോലെ തന്നെ തുടരുക. അതായത് നിങ്ങൾ നിങ്ങളുടെ ജോലി എന്താണ്, ഇത് ചെയ്തു കഴിഞ്ഞു, ഇനി ബാലൻസ് എല്ലാം തന്നെ ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി ചെയ്തോളും എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ എപ്പോഴും ഉള്ളതുപോലെ തന്നെ തുടരാവുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് നിങ്ങളോടുള്ള ദേഷ്യം കുറഞ്ഞു വരുന്നതും, അവർ നിങ്ങളോട് സംസാരിക്കുവാൻ ശ്രമിക്കുന്നതും, അവർ നിങ്ങളുടെ ബ്ലോക്ക് എടുത്തു മാറ്റുന്നതും, അതായത് ഫോൺ കോളുകളും മെസ്സേജുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റുന്നതും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. അല്ലാതെ നിങ്ങളായിട്ട് പോയി സംസാരിക്കുവാൻ നിൽക്കേണ്ട. എപ്പോഴും പറയുമ്പോഴും നിങ്ങൾ ഈ പ്രപഞ്ചത്തോട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കഴിഞ്ഞ കാര്യങ്ങളെ ഞാൻ ക്ഷമിക്കുകയും വീണ്ടും അതിന് ഞാൻ ക്ഷമ ചോദിക്കുകയും ഇനി അങ്ങനെയുള്ളൊരു തെറ്റ് ഞാൻ ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് തരികയും ചെയ്യുന്നു. എനിക്ക് അവരോട് ജീവിക്കുവാൻ അതിയായ മോഹമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. ഒരു പക്ഷേ അവരുടെ മുകളിലാണ് തെറ്റ് എങ്കിലും പോലും സാരമില്ല, നിങ്ങളതെല്ലാം ക്ഷമിച്ചുകൊണ്ട് അവരെ വീണ്ടും സ്വീകരിക്കുവാൻ തയ്യാറായ സ്ഥിതിക്ക് അവരുടെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ഇനി ഓർക്കേണ്ടതില്ല. അതിന് നിങ്ങൾ മനഃപൂർവ്വമായിട്ട് മനസ്സുരുക്കി തന്നെ ക്ഷമാപണം നടത്തിക്കഴിഞ്ഞു, മാപ്പും കൊടുത്തു കഴിഞ്ഞു എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആയിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. എണ്ണമൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല. ഒരു 10 മിനിറ്റ് ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ ആരെ വിചാരിച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തി നിങ്ങളെ വന്ന് തേടി വരണം, നിങ്ങളോട് സംസാരിക്കണം, പഴയതുപോലെ ആ ബന്ധം വീണ്ടും ശക്തിപ്പെടണം എന്നുള്ളവർ മാത്രം ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, സ്വിച്ച് വേർഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.